ഹെഡിങ് എഴുതാം. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ. അപ്പോൾ 5ാമത്തെ മോഡ്യൂളിലെ ഒരു ക്വസ്റ്റൻ ആണ്. നമ്മുടെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുക, അതുകൊണ്ട് എടുക്കുകയാണ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ള, ബാക്കി ഇതേ മോഡൽ നിങ്ങൾ ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്: സോൾവ് 5ാമത്തെ മോഡ്യൂൾ കേട്ടോ. 5ാമത്തെ മോഡ്യൂൾ തന്നെ വേവിക്കേഷൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. ഓക്കെ, വേവിക്കേഷൻ്റെ കൂടെ വരുന്നതാണ്. 5th മോഡ്യൂളിലാണ്. വേവിക്കേഷൻ്റെ കൂടെ തന്നെ ചോദിക്കുന്നതാണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുക: സോൾവ് ux plus uy equal to 0, ux plus uy equal to 0 using method of separation of variable. Using method of separation of variable. Method of separation of variable യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൊല്യൂഷൻ കാണുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ശ്രദ്ധിക്കുക, യു എക്സ് എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? ഡോ യു ബൈ ഡോ എക്സ് എന്നാണ്. പ്ലസ് യു വൈ എന്ന് ഉദ്ദേശിച്ചത് ഡോ യു ബൈ ഡോ വൈ ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഇത് സോൾവ് ചെയ്യുന്ന കണ്ടുപിടിക്കണം. യുവിനും ഒരു വാല്യൂ കണ്ടുപിടിക്കണം. യു ഈക്വൽ ടു എന്നുള്ള ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് കാണുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലത്തിലും ഈ സ്റ്റെപ്പ് ഇതുപോലെ എഴുതണം നമുക്ക്. ഓക്കെ, എല്ലാ പ്രോബ്ലത്തിനും സ്റ്റെപ്പ് ഇങ്ങനെ എഴുതി പോവാണ്. അതായത് വലിയ ലെങ്തി സ്റ്റെപ്പാണ്, അതിങ്ങനെ എഴുതി പോകൊണ്ടിരിക്കുക. എല്ലാത്തിലും ഒരുപോലെയാണ്. തുടങ്ങാം. ഈ ഒരു സ്റ്റെപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഡിറൈവ് വേവിക്കേഷനും ഡിറൈവ് ഹീറ്റിക്കേഷനും ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റെപ്പാണ് സൊല്യൂഷൻ വേവിക്കേഷൻ. നമുക്കത് പഠിക്കുന്നില്ല. ഓക്കെ, എഴുതട്ടെ. നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും എഴുതാണ്. ഞാൻ പറയുന്ന പോലെ സ്റ്റെപ്പ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. തൽക്കാലം അത് ബൈഹാർട്ട് ചെയ്യാം കേട്ടോ. എഴുതാണ്: ലെറ്റ് സ്മോൾ യു ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ വൈ. അതൊരു ബോക്സിലാക്കിക്കുക. ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. ഈസ് എ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൻ്റെ സൊല്യൂഷൻ എക്സ് ഇൻറ്റു വൈ ആണെന്ന് അസ്യൂം ചെയ്യാണ് നമ്മൾ. എന്താണ് നമ്മൾ ചെയ്യുന്നത്? ലെറ്റ് യു ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ വൈ ആണ് സൊല്യൂഷൻ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. എന്തുകൊണ്ട് ഞാൻ ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈ എടുത്തത്? ഇവിടുത്തെ വേരിയബിൾ നോക്കാം. ഇവിടുത്തെ വേരിയബിൾ എക്സും സ്മോൾ വൈയുമാണ്. എക്സും വൈയുമാണ് വന്നതെങ്കിൽ എക്സ് ഇൻറ്റു വൈ. ഇപ്പം എക്സും ടിയുമാണ് വരുന്നതെങ്കിലോ? ഇവിടെ ഡോ യു ബൈ ഡോ എക്സും ഇവിടെ ഡോ യു ബൈ ഡോ ടിയും ആയിരുന്നെങ്കിലോ? ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ ടി ആയിരുന്നെങ്കിൽ സൊല്യൂഷൻ എന്തെടുക്കണം? ക്യാപിറ്റൽ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ് ക്യാപിറ്റൽ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ വൈ ഈസ് എ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എഴുതാണ് വേർ, ഒരു കാര്യം പറയാണ്, വേർ ക്യാപിറ്റൽ എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് സ്മോൾ എക്സ് എലോൺ. ക്യാപിറ്റൽ എക്സിൽ സ്മോൾ എക്സ് മാത്രമേ ഉള്ളൂ. ക്യാപിറ്റൽ വൈ ഈസ് എ ഫങ്ഷൻ ഓഫ് സ്മോൾ വൈ എലോൺ. ക്യാപിറ്റൽ വൈയിൽ സ്മോൾ വൈ മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ എക്സിൽ സ്മോൾ എക്സ് മാത്രമേ ഉള്ളൂ. ക്യാപിറ്റൽ വൈയിൽ സ്മോൾ വൈ മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? Capital X is a function of small x alone. Capital Y is a function of small y alone. ചെയ്തോ? എല്ലാ പ്രോബ്ലത്തിലും ഇതൊക്കെ ചുമ്മാ എഴുതി പോകണം കേട്ടോ. ഇത് നമ്മൾ ചെയ്യുന്നതാണ്, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ഈ ക്വസ്റ്റ്യൻ ഈ രണ്ട് സാധനമല്ലേ, ഇത് രണ്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഡോ യു ബൈ ഡോ എക്സ് ചെയ്തു. ഡോ യു ബൈ ഡോ എക്സ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എക്സിൻ്റെ മുകളിൽ ഒരു ഡാഷ് കൊടുത്ത് എക്സ് ഡാഷ് വൈ നേടി. ഡോ യു ബൈ ഡോ വൈ ചെയ്യണം. അപ്പോൾ എക്സ് ഇട്ടിട്ട് ഇൻറ്റു വൈ ഡാഷ്. ഹലോ, ആരാ ആടാ പറയും. ആടെ ഞാൻ വിളിക്കാം. ഞാൻ പിന്നെ വിളിക്കാം. ക്ലാസ് ഇട്ടുകൊണ്ടിരിക്കാം. ഓക്കെ, ഡോ യു ബൈ ഡോ എക്സ് എന്താണ്? ക്യാപിറ്റൽ എക്സ് ഡാഷ് ഇൻറ്റു വൈ. ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ ഡാഷ്. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ.
ഓക്കെ അല്ലേ? അതായത് ഒന്നുമില്ല, എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഡാഷ് കൊടുത്തു, വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ ഡാഷ് എന്ന് കൊടുത്തു. എല്ലാ പ്രോബ്ലം ഇങ്ങനെയാണ് പിന്നെ ഈ രണ്ട് വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏതാ? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 1. ഇപ്പോൾ ഈ രണ്ട് വാല്യൂസും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 1, അതായത് ഡോ യു ബൈ ഡോ എക്സിന് പകരം എക്സ് ഡാഷ് ഇൻറ്റു വൈ ഇട്ട് കൊടുത്തു, ഡോ യു ബൈ ഡോ വൈക്ക് പകരം എക്സ് ഇൻറ്റു വൈ ഡാഷ് ഇട്ട് കൊടുത്തു. 8 0. ചെയ്യേണ്ടതൊക്കെ ഭയങ്കര സിമ്പിൾ സ്റ്റെപ്പുകളാണ്. ഡോ യു ബൈ ഡോ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ഡാഷ് വൈ എഴുതി, ഡോ യു ബൈ ഡോ വൈയുടെ സ്ഥാനത്ത് എക്സ് വൈ ഡാഷ് ആക്കി. ഓക്കെ ആണോ? രണ്ടിനെയും രണ്ട് സൈഡിലേക്ക് കൊണ്ടുപോവുക. എക്സ് ഡാഷ് വൈ ഈക്വൽ ടു മൈനസ് എക്സ് വൈ ഡാഷ്. സോറി എപ്പോഴും വൈനെയാണ് ലെഫ്റ്റ് സൈഡിൽ എഴുതണേ. ഏതിട്ടാലും കുഴപ്പമൊന്നുമില്ല. എക്സ് വൈ ഡാഷ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് ഡാഷ് വൈ. ടെക്സ്റ്റിൽ അങ്ങനെ കണ്ടു. എക്സ് ഡാഷ് വൈ ഇട്ടോ. ഓക്കെ, എക്സ് വൈ ഡാഷ് ഈക്വൽ ടു വൈ ഡാഷിന് അവിടെ തന്നു. ഇതിപ്പോൾ അങ്ങോട്ട് എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എങ്ങനെ എഴുതിയാലും മതിയായിരുന്നു, കുഴപ്പമുണ്ടാകുന്നില്ല. ഓക്കെ, മാറ്റേണ്ടിയിരുന്നില്ല, അങ്ങനെ തന്നെ മതിയായിരുന്നു. ഇനി എന്താ ചെയ്യണമെന്നറിയോ? വൈ വരുന്ന ടൈമിനെല്ലാം ഒരു സൈഡിലേക്കും എക്സ് വരുന്ന ടൈമിനെല്ലാം ഒരു സൈഡിലേക്കും കൊണ്ടുപോവുക. അപ്പോൾ ഞാനവിടെ എഴുതാണ് വൈ ഡാഷ് ബൈ വൈ ഈക്വൽ ടു മൈനസ് എക്സ് ഡാഷ് ബൈ എക്സ്. എപ്പോഴും ഡാഷ് മുകളിൽ വരണേ, ഡാഷ് മുകളിൽ വരണം. എന്താണ് കിട്ടിയത്? വൈ ഡാഷ് ബൈ വൈ ഈക്വൽ ടു എക്സ് ഡാഷ് ബൈ എക്സ്. ഓക്കെ ആണോ? പ്രോബ്ലം കഴിഞ്ഞു ഏകദേശം. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു സെൻറ്റൻസ് താഴെയാണ് എഴുതാണ്. ഇത് കഴിഞ്ഞിട്ടൊരു സെൻറ്റൻസ് എഴുതാണ്. LHS is a function of y alone. RHS is a function of x alone. LHS is a function of y alone. RHS is a function of x alone. LHSലെ y മാത്രമേ ഉള്ളൂ, RHSലെ x മാത്രമേ ഉള്ളൂ. Therefore അങ്ങനെ വരുമ്പോൾ each side must be a constant. Each side must be a constant. അങ്ങനെ വരുമ്പോൾ രണ്ട് സൈഡും കോൺസ്റ്റന്റ് ആയിരിക്കും. Each side must be a constant. ലെങ്ത് സ്റ്റെപ്പാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ്. വൈ ഡാഷ് ബൈ വൈ ഈക്വൽ ടു കെ എന്ന് കൊടുത്തു, മൈനസ് എക്സ് ഡാഷ് ബൈ എക്സ് ഈക്വൽ ടു കെ എന്ന് കൊടുത്തു. രണ്ട് സൈഡിലും കെ കൊടുത്തു. ഇനി വൈ ഡാഷിനെ ശ്രദ്ധിക്കണേ. വൈ ഡാഷിന് നമ്മൾ കൊടുക്കുകയാണ് ഡോ ക്യാപിറ്റൽ വൈ ബൈ ഡോ സ്മോൾ വൈ അല്ലേ? വൈ ഡാഷ് ബൈ ക്യാപിറ്റൽ വൈ ഈക്വൽ ടു കെ. ഡോ ക്യാപിറ്റൽ വൈ ബൈ വൈനെ സ്മോൾ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തതാണ് എന്ത്? വൈ ഡാഷ്. മനസ്സിലായോ? ഡോ ക്യാപിറ്റൽ വൈ ബൈ ഡോ സ്മോൾ വൈ ആണ് വൈ ഡാഷ്. ഓക്കെ, അവിടെ മൈനസിനെ അങ്ങോട്ട് കൊണ്ടുപോയി എക്സിന് പകരം ഡോ ക്യാപിറ്റൽ എക്സ് ബൈ ഡോ സ്മോൾ എക്സ് ആണ് എക്സ് ഡാഷ് ഈക്വൽ ടു മൈനസ് കെ. ഓക്കെ ആണോ? ഈ ഡോ സ്മോൾ വൈനെ അങ്ങോട്ട് കൊണ്ടുപോവുക, ഡോ സ്മോൾ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഡോ ക്യാപിറ്റൽ വൈ ബൈ ക്യാപിറ്റൽ വൈ ഈക്വൽ ടു കെ ഇൻറ്റു ഡോ സ്മോൾ വൈ. അവിടെയാണെങ്കിലോ ഡോ ക്യാപിറ്റൽ എക്സ് ബൈ ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡോ സ്മോൾ എക്സ്. ഡോ ക്യാപിറ്റൽ ബൈ ക്യാപിറ്റൽ വൈ ഈക്വൽ ടു കെ ഇൻറ്റു സ്മോൾ ഡോ വൈ. ഡോ ക്യാപിറ്റൽ എക്സ് ബൈ ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡോ സ്മോൾ എക്സ്. ഇതുവരെ ഓക്കെ ആണോ? എല്ലാ പ്രോബ്ലം ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു പ്രോബ്ലം ഞാൻ ചെയ്യുന്നുള്ളൂ, ബാക്കി നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, കിട്ടുമെന്ന് നോക്കുക കേട്ടോ. രണ്ട് സൈഡിലും ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. 1/y ഇൻ്റഗ്രൽ നമുക്കറിയാം ലോഗ് y ഈക്വൽ ടു കെയുടെ ഇൻ്റഗ്രൽ kx പ്ലസ് ഒരു കോൺസ്റ്റന്റ് c.
ഇവിടെ C1 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ്. അവിടെ ലോഗ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു മൈനസ് കെ എക്സ് അല്ല കെ വൈ, അവിടെ മൈനസ് കെ എക്സ് പ്ലസ് C2. ഇതുവരെ കിട്ടിയ എല്ലാവർക്കും? ക്യാപിറ്റൽ വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തു, സ്മോൾ വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അവിടെ ക്യാപിറ്റൽ എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തു, സ്മോൾ എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് ഇത് അവസാനത്തേക്ക് വെച്ചത് മനസ്സിലായത്? ഇത് ശരിക്ക് അത്രയും സ്ലോലി പഠിക്കേണ്ടതാണ്, കുറച്ച് സ്പീഡ് കൂടി പോയി. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കിപ്പോൾ കിട്ടിയതാണ് ലോഗ് ക്യാപിറ്റൽ വൈ ഈക്വൽ ടു കെ ഇൻറ്റു സ്മോൾ വൈ പ്ലസ് C1 എന്ന് കിട്ടി. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ക്യാപിറ്റൽ വൈ കിട്ടണം. അതിനു വേണ്ടി രണ്ട് സൈഡിലും ഇറേസ്റ്റ് കൊടുത്തു. ഇറേസ്റ്റ് ലോഗ് ക്യാപിറ്റൽ വൈ ഈക്വൽ ടു ഇറേസ്റ്റ് കെ വൈ പ്ലസ് C1. ഇറേസ്റ്റ് ലോഗ് വന്നാൽ ക്യാപിറ്റൽ വൈ ഈക്വൽ ടു എന്ന് കിട്ടി. ഇറേസ്റ്റ് കെ വൈ ഇൻറ്റു ഇറേസ്റ്റ് C1 എന്നാക്കി. ഇറേസ്റ്റ് C1ന് നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊടുത്തു എ. അപ്പോൾ ക്യാപിറ്റൽ വൈ ഈക്വൽ ടു ക്യാപിറ്റൽ എ ഇൻറ്റു ഇറേസ്റ്റ് കെ വൈ. ക്യാപിറ്റൽ വൈയുടെ സൊല്യൂഷൻ കിട്ടി. അതേപോലെ അവിടെ ലോഗ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു ഇറേസ്റ്റ് മൈനസ് കെ എക്സ് പ്ലസ് C1. സോറി, അപ്പോൾ ഇറേസ്റ്റ് ലോഗ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു ഇറേസ്റ്റ് മൈനസ് കെ എക്സ് പ്ലസ് C2. ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു ഇറേസ്റ്റ് മൈനസ് കെ എക്സ് ഇൻറ്റു ഇറേസ്റ്റ് C2. ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു ബി ഇൻറ്റു ഇറേസ്റ്റ് മൈനസ് കെ എക്സ്. ഇതുവരെ ഓക്കെ ആണോ? ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈയും കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ ഡ്യൂട്ടി. ഒരു ആണോ? ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ലാഗ് മഷീതായതുകൊണ്ടാണോ? റേഞ്ച് പോയതുകൊണ്ടാ? ക്യാപിറ്റൽ വൈ ഈക്വൽ ടു എ ഇറേസ്റ്റ് ടു കെ അതിന്റെ മേലത്തെ ഇറേസ്റ്റ് ടു C1 ഇറേസ്റ്റ് കെ വൈ ഇൻറ്റു ഇറേസ്റ്റ് C1. ഇറേസ്റ്റ് കെ വൈ ഇൻറ്റു ഇറേസ്റ്റ് C1. ഓക്കെ ആണോ? ഇതാണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഞാൻ എടുക്കാറുള്ളത്. കുറച്ച് ലെങ്തി ആയതുകൊണ്ടാണ് ഞാൻ അത്ര, കാരണം 3 മാർക്കുള്ളൂ. ഓക്കെ, 3 മാർക്കേ ഉള്ളൂ. അവസാനം താഴെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫോർ സൊല്യൂഷൻ ഈസ്, ലാസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. സൊല്യൂഷൻ ഈസ് y ഈക്വൽ ടു സോറി നമ്മൾ യു അല്ലായിരുന്നു, യു ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ വൈ. എന്താണ് സൊല്യൂഷൻ? ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആൻസർ എങ്ങനെയാണ് കിട്ടുക? എ ഇൻറ്റു ബി ഇൻറ്റു ഇ റേസ് ടു കെ വൈ ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ എക്സ്. ലാസ്റ്റ് സൊല്യൂഷൻ ആണ് കേട്ടോ. തൽക്കാലം നോക്കുക, പറ്റുമോ നോക്കുക. അറിയാത്തവർ സ്കിപ്പ് ചെയ്തോളൂ, കിട്ടാത്തവർ അത് സ്കിപ്പ് ചെയ്യുക. ഞാനിനി എടുത്തില്ല എന്ന് വേണ്ട എടുത്തതാണ്. ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. എ ബി എന്നുള്ള ടേമില്ലേ, അതിന് സി എന്നൊരു കോൺസ്റ്റന്റ് കൊടുക്കുന്നുണ്ട്. യു ഈക്വൽ ടു സി ഇൻറ്റു ഇ റേസ് ടു കെ വൈ മൈനസ് കെ എക്സ്. ഇതാണ് ലാസ്റ്റ് ആൻസർ കാണുന്നത് കേട്ടോ ടെക്സ്റ്റിൽ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എക്സാമിന് ചോദിച്ചതായിട്ട് കണ്ടു, അതുകൊണ്ട് എടുത്തതാണ് കേട്ടോ.